ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. ഇന്ന് ആക്ച്വലി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് ഭയങ്കര ഫ്ലോപ്പായി പോയി. രാവിലെ നല്ല മഴ ആയതുകൊണ്ട് ഞാൻ എണീക്കാൻ ലേറ്റായി. സോ പിന്നെ ഒരു ഓട്ടമായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം 11 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വാവേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഷൂട്ട് ചെയ്യുന്ന മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാവയ്ക്ക് കാണാനൊരു മെമ്മറി പിന്നീട് കാണിച്ചു കൊടുക്കാൻ പറ്റണം. സോ അപ്പം വാവനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം. ആശാൻ എണ്ണ തേക്കുമ്പം നല്ല കരച്ചിലായിരിക്കും. അപ്പം ആ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വാവനെ ചേച്ചി ചൂട് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല തണുപ്പല്ലേ, അപ്പം ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ചൂട് പിടിച്ച് കൊടുക്കാണ്. ആളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷനാണ് കേട്ടോ. ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ ആൾ ചേച്ചീൻ്റെ പാട്ടൊക്കെ എൻജോയ് ചെയ്ത് ആ മടിയിൽ ഇങ്ങനെ കിടക്കും. കണ്ടോ ആ മുഖത്തേക്ക് നോക്കി, എന്തൊരു പാവം. ഇപ്പം ആളുണ്ടല്ലോ കൈൻ്റെ വിരൽ കുടിക്കാനുള്ള പുറപ്പാടാണ്. കണ്ടോ, ഇതാണ് ആളുടെ മേജർ പണി. വിരലല്ല, കൈ. അങ്ങനെ ചേച്ചി അവനെ പുരികൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടിയിച്ച് തൊട്ടിൽ കിടത്തി പുറത്തേക്ക് നോക്കാണ്. നല്ല അടിപൊളി മഴയാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. മൂടി പൊച്ചുറങ്ങാൻ നല്ല സുഖമാണ്. പാവ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12:30 ആയി. ആൾ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആൾ ശബ്ദം ഉണ്ടാക്കാതെയാണ് നമ്മളത് ചെയ്യുക. അങ്ങനെ അയാളെ മേല് തൊടുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പം വാവ ഉറങ്ങുമ്പോഴാണ് ഞാനും കിടന്നുറങ്ങുക. കാരണം ആൾ രാത്രി നിന്നിട്ട് കളിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാനിപ്പോൾ കിടന്നുറങ്ങും. ആളെ കാണിച്ചു തരേ, ഒരു മിനിറ്റ്. 28 കഴിഞ്ഞപ്പോൾ തുണി കൊണ്ട് തൊട്ടിലൊക്കെ കെട്ടി ഇങ്ങനെ ബ്ലാക്ക് പിടിച്ചിട്ട് മഴ പെയ്തിട്ട് മൊത്തം ഈച്ച വന്ന് കിടക്കുകയാണ്. സോ ഈച്ച കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പാവനെ നോക്കാൻ വന്ന ചേച്ചിൻ്റെ ചേച്ചി നേരത്തെ കുളിപ്പിന് വെക്കാൻ കണ്ടില്ലേ, ആ ചേച്ചി ഇങ്ങനെ ഷോളുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കവർ ചെയ്തിട്ടേക്കും. വാവ ഇവരെ ഉറങ്ങുകയാണ്. വാവ ഉറങ്ങുന്ന സമയത്ത് ഞാനും കിടന്നുറങ്ങും. വാവ എണീറ്റിട്ട് കാണാം. വാവ എപ്പോഴും നല്ല ഉറക്കം തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കാണ് ഭയങ്കരമായി വിശക്കുന്നു. അപ്പം ഞാൻ ഗോപു മുകളിൽ ക്രാഫ്റ്റ് ചെയ്യുന്നു. അവർക്ക് ചെറിയ ക്രാഫ്റ്റിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് ഞാൻ അവളെ വിളിച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവളിപ്പോൾ വാവേൻ്റെ അടുത്തുണ്ട്. ഗോപു താഴെ ഇരിക്കുന്നു വാവേൻ്റെ അടുത്ത്. വാവ നല്ല ഉറക്കമാണ്. ഇത് ഗോപു ഉണ്ടാക്കിയൊരു ഫ്രെയിമാണ് കേട്ടോ. കുറച്ച് ഹോസ്റ്റൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫ്രെയിമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എന്തായാലും ഞാൻ പോയി ചോറുണ്ട് വരാം. ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ എൻ്റെ കുക്കിംഗ് പരിപാടി ഫൈനൽ സ്റ്റേജിലാണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ചിക്കൻ കറി ഇങ്ങനെ അടുപ്പത്തിൽ നിന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചക്ക പുഴുക്ക് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും. പിന്നെ ചോറുണ്ട്, പിന്നെ മത്തി മീൻ കറിയുണ്ട്, മത്തി പൊരിച്ചതുണ്ട്, പിന്നെന്താ മുരിങ്ങേനേൻ്റെ കറിയുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് വായന്ന് വെള്ളം വരുന്നു. ഞാൻ ചോറങ്ങ് കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ചോറൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്ക് ഒരാളിത് അവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് കേട്ടോ. ഗോപുവും അയാളും കൂടി കളിക്കുകയാണ്. ആളുടെ ഫേവറേറ്റ് സോങ് വേൽമുരുക ഹരോഹര വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളിങ്ങനത്തെ പാട്ട് കേട്ടിട്ടാണ് ഉറങ്ങുക. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആളൊന്ന് നോക്കി ഇങ്ങനെ കളിക്കെടുക്കുന്നുണ്ട് ഗോപുവിൻ്റെ അടുത്ത്. ആൾ കുറേ നേരം ഉറങ്ങുന്നുണ്ട്. പിന്നെ രാത്രി ഞങ്ങൾക്ക് ശിവരാത്രി കാണാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ആളെ ഒന്ന് എണീപ്പിക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ആളൊന്ന് ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല. ഈ ഡ്രസ്സ് മാറ്റുക എന്ന് പറയുന്നത് ഞങ്ങൾ കൊല്ലുന്നതിന് സമാനം. അതിന് വേണ്ടി കരച്ചിലാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരനായി
ഗോപു ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടാണ് കേട്ടോ ഡ്രസ്സ് മാറ്റുന്നത്. ഗോപുവും പിന്നെ മാമനെ നോക്കുന്ന ചേച്ചി ചേച്ചിയും കൂടി മെല്ലെ വർത്തമാനം പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പം അവളൊന്ന് ഫ്രഷ് ആയി കേട്ടോ. അതിനെപ്പറ്റി അറിയോ? പാല് ഇതാ വരുന്നത് ഞങ്ങൾ കുടിച്ച്. ഞങ്ങൾ അങ്ങനെയാ, കുറച്ച് പാല് പുറത്ത് കഴിഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു സമാധാനക്കേടാ അല്ലേ ബദ്രി? കണ്ടോ? മതി ഇട്ടോ മോനെ, ഉറങ്ങി. നമുക്ക് രാത്രി ഉറങ്ങാനുള്ളതാ. അറിയില്ല എനിക്ക്, എന്റെ ഷിഫ്റ്റ് മുഴുവൻ ഉൾട്ടയാണല്ലോ. അതെന്താ പൊന്നെ അങ്ങനെ? അതെന്താ പൊന്നെ അങ്ങനെ? അമ്മയുടെ മുത്തിന്റെ ഷിഫ്റ്റ് മുഴുവൻ ഉൾട്ടയാണല്ലോ. ആ ഗുഡ് മോർണിംഗ്. ബദ്രിനോട് ഗുഡ് ഈവനിങ് ആയി പറയും. ബദ്രി മാമിക്ക് എന്താ കണ്ണ് കണ്ടോടെ ഈവനിങ് ആയി പറയും. എന്തിനങ്ങനെ എപ്പസിനൊക്കെ ഇങ്ങനെ ഗുഡ് മോർണിംഗ് കണ്ടിന്യൂ? രാവിലെ എങ്ങനെ ഒരാളെ കണ്ട ഓർമ്മണ്ടാ? ഇല്ല, രാവിലെ എങ്ങനെ ഒരാളെ കണ്ട ഓർമ്മ വെക്കില്ല. അതൊക്കെ ഓർമ്മല്ല, ഓർമ്മല്ല. എന്തിനങ്ങനെയൊക്കെ? ബദ്രി എന്ത് മടിയനാ. ബദ്രി ഞാൻ ചോദിക്കട്ടെ എന്നോട്, ഞാൻ എങ്ങനെ എന്നെ സ്കൂളിൽ പറഞ്ഞയക്കുക? അതിനെ സ്കൂളിൽ വിടൂല നമ്മ. ഇത് നമ്മുടെ ബദ്രി ജൂൺ 1 ഞാൻ എങ്ങനെയാ സ്കൂളിൽ പറഞ്ഞയക്കുക? ഇങ്ങനെ മഴയായിരിക്കും ബദ്രി. ആ ഒരു 6 കൊല്ലം കഴിഞ്ഞുള്ള ജൂൺ 1 അല്ലേ? അപ്പത്തേ ചിലപ്പോ കാലൊക്കെ മാറും. ഇവിടെ കാനഡ പോലെ അല്ലേ ബദ്രിയെ? സരസമ്മ ഡ്രസ്സൊക്കെ മാറ്റി തന്നു പൊന്നിന്. ഡ്രസ്സ് മാറ്റി തന്ന് ഇപ്പോഴാണ് പൊന്ന് കണ്ണ് തുറക്കുന്നത് കുളിച്ചിട്ട് ഉറങ്ങിട്ട്. ഹലോ എന്താക്കാണ് മേമ? എന്താക്കാണ് കുട്ടീനെ? ആ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആക്കുന്നുണ്ടല്ലേ മേമ? കൈയൊക്കെ പൊക്കി മേമ എന്തൊക്കെയോ ഇതിപ്പോ എന്തായാലും വീട്ടിൽ ഇറക്കി നനയും കേട്ടോ. മൊത്തം വെച്ചാൽ നനയും. അതല്ല മദീന എന്തൊക്കെയോ ആക്കുന്നുണ്ടല്ലേ മേമ? പാവോ. എന്തൊരു മണ്ണാണ് സെക്കൻഡ്. കളിക്കുക എന്നാ ഷീറ്റ് വെച്ച് കത്തിക്കോ. മോനെ തണുക്കണില്ല, അതാണ്. എന്തേ അമ്മ മുത്തേ? സുന്ദരനായി ഇപ്പൊ. ഇപ്പയാണ് എന്റെ മോൻ സുന്ദരനായത്. ഇതാരാ? ഇതാരാ അതി? ഇതാരാ? അതിന്റെ ശരിശമ്മയുടെ അതിന്റെ ശരിശമ്മയുടെ അതിന്റെ ശരിശമ്മയുടെ ഉടനോ ടർക്കി ഉടരെ നമുക്ക് സീറ്റ് കിടക്കാൻ ബെറ്റർ. എന്ത് പരിപാടി ബദ്രിയെ? ബദ്രി മാമിനോട് പറയും നാളെ പോവണ്ട, മറ്റന്നാള് മെല്ലെ പോവാ. മേമയ്ക്ക് പലഹാരവും നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ വാങ്ങി മെല്ലെ പോവാ പറയും പൊന്നിട്ടാ. ആ എന്നാ ബദ്രീന്റെ ഇന്നത്തെ രാത്രിത്തെ ശിവരാത്രി കണ്ടിട്ട് പോവാ പറയും. ഞങ്ങള് കോമഡി തന്നെ. ബദ്രിയുടെ ഏറ്റവും ഫേവറേറ്റ് സെഷനാണിത്, ഗോപുവിൻ്റെ പാട്ട്. ഇതൊക്കെ അവർ ഭയങ്കര എൻജോയ് ചെയ്ത് കിടക്കും. നമ്മൾ മറ്റേ ഓപ്രിയെ പാട്ടില്ലേ, താരാട്ടൊന്നും ഇഷ്ടമില്ല കേട്ടോ, ആ പാട്ട് അവർ ഭയങ്കര ഇഷ്ടമാണ്.
മേമിന്റെ പൊന്നിന് പാല് കുടിക്കാൻ പറ്റുമോ? ഒഴിവുണ്ടോ നിങ്ങൾക്ക്? കുച്ച 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 പാല് കുടിക്കാം. ആ ഞങ്ങക്ക് പാല് കുടിക്കാം, പാല് കുടിക്കാം, പാല് കുടിക്കാം. വാ. അമ്മക്ക് തമിഴ് പാട്ട് പഠിത്തരുത്. ആയിക്കോട്ടെ, കൊറേ മലയാളം പാട്ടായിട്ടോ പറ്റി കേൾക്കണേ. ഇനി തമിഴ് ആയിക്കോട്ടെ ബദ്രി. തമിഴ് പാട്ടില്ലേ ആ പാടിയെന്ന് വിചാരിക്കില്ല. ഇതെന്താ എല്ലാരും അടുത്തുണ്ട്, എന്നിട്ട് എന്താ ദൂരാണ് ഇല്ല വേറെ അങ്ങനെ പറയാ? അങ്ങനെ പറയും? കണ്ണാ കണ്ണൻ സിവന്തേ മണ്ണാ അങ്ങനെ സരസ്വതിൻ്റെ വക തമിഴ് പാട്ടും കഴിഞ്ഞിട്ടും ബദ്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ബദ്രിയുടെ ഉറക്കാനുള്ള അടുത്ത ശ്രമമാണത്. സോ ഇപ്പോൾ സമയം ഏകദേശം 9:30, ഞങ്ങളൊക്കെ കിടക്കാറായി. അവൻ്റെ ആ പാലൊക്കെ കുടിച്ച് അവന് നല്ല ഉറക്കാണ്. പക്ഷെ ഇങ്ങനെ ഉറങ്ങണേ നോക്കണ്ട കേട്ടോ, ഇപ്പം എണീക്കും. ബിക്കോസ് കിടത്തി കഴിഞ്ഞാൽ അപ്പം എണീക്കും. ആൻഡ് അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബിക്കോസ് ഇനി പ്രത്യേകിച്ച് കണ്ടിന്യൂ അവൻ്റെ കാറിലായിരിക്കും. ഉറക്കാൻ നോക്കുമ്പോൾ ഒക്കെ ആൾക്ക് ഉറങ്ങാൻ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് ടാറ്റ ബൈ ബൈ ഫ്രം അമ്മിനു ആൻഡ് എൻ്റെ മോൻ്റെ അടുത്തുനിന്ന് ബൈ ബൈ. അപ്പോൾ ഇനി അവന് പാമ്പേഴ്സൊക്കെ ചെയ്യാൻ, പാമ്പേഴ്സ് ഒന്നും ഇഷ്ടമല്ല, ഡ്രസ്സൊക്കെ മാറ്റണം. പാമ്പേഴ്സൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര കാറിലായിരിക്കും. സോ ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് വ്ളോഗിൽ ഞങ്ങൾ നോക്കട്ടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ചുകൂടി വലുതായി നല്ല ആക്റ്റീവായിട്ട് വരാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ബൈ ബൈ. അവന് നല്ല ഉറക്കാണ്. സോ ബൈ.